ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കീം അപ്ഡേറ്റുകൾ ഒരുപാട് കേട്ട വിദ്യാർത്ഥികൾ പലപ്പോഴും ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം. കാരണം കോമൺ ആയിട്ട് നീറ്റിന്റെ മാർക്കിന് കൂടി അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. എന്തൊക്കെ തന്നെ ആയാലും നമ്മുടെ വെബ്സൈറ്റ് വഴി കേരള മെഡിക്കൽ റാങ്ക്, അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത നീറ്റിന്റെ സ്കോറൊക്കെ വെച്ചിട്ട് കേരള മെഡിക്കൽ റാങ്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതാണ് ഈ വീഡിയോ വഴി പങ്കുവെക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ റാങ്ക് വെച്ചിട്ട് ഏതൊക്കെ കോളേജുകൾ കിട്ടും എന്ന് എങ്ങനെ ഏകദേശം ഒരു ധാരണ, നമ്മൾ ഡീറ്റെയിൽഡ് വെർഷനിലേക്ക് കടക്കുന്നില്ല, എങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാം. രണ്ട്, ഓൾ ഇന്ത്യയിൽ നിന്ന്, അതായത് ഓൾ ഇന്ത്യ ഒരു മെഡിക്കൽ പ്രൊസീജിയർ ഇല്ലേ, കൗൺസിലിംഗും അലോട്ട്മെന്റും, അതിൽ നിന്ന് എങ്ങനെയാണ് കേരള മെഡിക്കൽ ഈ ഒരു അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് വേറിട്ട് നിൽക്കുന്നത്, അതെപ്പോൾ വിളിക്കാനുള്ള സാധ്യത എന്നുകൂടി നോക്കാം. കൃത്യമായിട്ട് ഈ ഒരു റാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, പല തരത്തിലുള്ള കാറ്റഗറികളുണ്ട്. EWS ആയിക്കോട്ടെ, OEC ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഫിഷർമാൻ, പല കാറ്റഗറി ഒരു സൈഡിലുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് പലതരത്തിലുള്ള കോഴ്സുകളുണ്ട്. ഇപ്പോൾ ആയുർവേദ ഉണ്ട്, അതിനനുസരിച്ച് മെഡിക്കലിൽ തന്നെ ഡിഫറെന്റ് സെക്ടറുകളുണ്ട്. നിങ്ങൾ ആ ഒരു പരീക്ഷ അല്ലെങ്കിൽ ആ ഇതിലേക്ക് കടന്നു പോകുന്നതാണെങ്കിൽ കുറച്ചുകൂടി അതിനെക്കുറിച്ച് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈഡ് ആയിട്ടുള്ള സെക്ടർ ഏതാണ്, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഏതാണ് എന്ന് നോക്കുക. മെഡിക്കലിൽ തന്നെ പല ടൈപ്പുകളുള്ളത് ഏതാണ്, നിങ്ങളുടെ കാറ്റഗറി ജനറൽ ആണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ്, ഓക്കെ ജനറൽ, അത് വെച്ചിട്ട് നമ്മുടെ വെബ്സൈറ്റുകളുടെ സഹായത്തോടു കൂടി, അതായത് കഴിഞ്ഞ വർഷത്തെ കേരള മെഡിക്കൽ റാങ്ക് വെച്ചിട്ടുള്ള അഡ്മിഷൻ PDF-കൾ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രോസ് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഡേറ്റ കിട്ടും. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ഡേറ്റ 2024 ഡേറ്റ അനുസരിച്ച് ഒരു പർട്ടിക്കുലർ കാറ്റഗറിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മെഡിക്കൽ ടൈപ്പിൽ കിട്ടിയിരിക്കുന്ന അവസാനത്തെ റാങ്ക്. അത് എങ്ങനെ ഫസ്റ്റ് ഫേസ് ഓഫ് അലോട്ട്മെന്റ് വരും, അടുത്ത ഫേസ് ഓഫ് അലോട്ട്മെന്റ് വരും, ഓരോന്നിനും ഉണ്ടായിരിക്കുന്ന റാങ്ക് കട്ട് ഓഫ് ആണ്. ഇനി പർട്ടിക്കുലർലി നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ കോളേജിന്റെ നേരെ പോയി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ റാങ്ക് കട്ട് ഓഫ് മനസ്സിലാക്കാം. ഇതിലൂടെ നിങ്ങൾക്ക് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഓപ്ഷൻ രജിസ്ട്രേഷനെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ സമയത്ത് ഏതൊക്കെ ഓപ്ഷൻസ് വയ്ക്കണം എന്നുള്ള, അത് ഏത് ക്രമത്തിൽ വയ്ക്കണം എന്നുള്ള ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ കാര്യം, ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ പോലെ തന്നെ നമുക്ക് ഓൾ ഇന്ത്യ ആണ് എങ്കിൽ ഓരോ ഘട്ടത്തിലും നമുക്ക് പുതുതായിട്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ കേരള മെഡിക്കൽ അലോട്ട്മെന്റ്, ഈ റാങ്ക് അടിസ്ഥാനത്തിലുള്ള അലോട്ട്മെന്റ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം ചെയ്യുന്ന, നമ്മുടെ എഞ്ചിനീയറിംഗിനെ പോലെ തന്നെയാണ് നിങ്ങൾ ആദ്യം ചെയ്യുന്ന ഓപ്ഷൻ രജിസ്ട്രേഷൻ, എത്ര ഓപ്ഷൻസ് വയ്ക്കുന്നുവോ അതിനെ മാത്രമാണ് പിന്നെ അങ്ങോട്ടുള്ള സ്റ്റെപ്പുകളിലും ഓരോ ഘട്ടങ്ങളിലും നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നത്, അതിനെ തന്നെയാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ആദ്യം വയ്ക്കുന്ന ഓപ്ഷൻ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ നിങ്ങൾ വയ്ക്കുന്ന ഓപ്ഷനുകളുടെ എണ്ണവും ഓപ്ഷനുകളുടെ രീതിയും കൃത്യമായിട്ട് വാലിഡേറ്റ് ചെയ്യപ്പെടണം. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും മെന്റർഷിപ്പ് എടുക്കണമെങ്കിൽ അതിനുള്ള ആൾക്കാരുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, തീർച്ചയായിട്ടും വളരെ കൃത്യതയോടുകൂടി ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് ആണ്. ഈ മെഡിക്കലുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കുറച്ചുകൂടി എഞ്ചിനീയറിംഗിനെക്കാളും കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ട് പലരും നോക്കിക്കാണുന്ന ഒന്നാണ്. പക്ഷെ അങ്ങനെയല്ല, തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. കൂടുതൽ അപ്ഡേറ്റുകൾ ഞങ്ങളുടെ ചാനലിലൂടെ തന്നെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് ലഭിക്കുന്ന, നമ്മുടെ ഈ വീഡിയോയ്ക്ക് ലഭിക്കുന്ന റെസ്പോൺസ് അനുസരിച്ച് എത്ര പേര് ഈ ഒരു മെഡിക്കൽ റാങ്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീഡിയോകൾ കാണുന്നുണ്ട് എന്നുകൂടി അറിയാനാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകൾ എന്തൊക്കെ വേണമെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. തൽക്കാലം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിർത്തുന്നു.